വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പുതുവർഷത്തിൽ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങി കട്ടപ്പന നഗരസഭ. നഗരത്തിലെ ജൈവ മാലിന്യ ശേഖരണത്തിന് അംഗീകൃത ഏജൻസിയെ ചുമതലപ്പെടുത്തി. വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ഇനി മുതൽ യൂസർ ഫീ നൽകി മാലിന്യം കൈമാറുകയോ സ്വയം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യണമെന്നാണ് നിർദ്ദേശം. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ 2.0യുമായി ബന്ധപ്പെട്ട് 2025 മാർച്ച് 25-നകം എല്ലാ സ്ഥാപനങ്ങളും ജൈവമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ സ്വയം ഏർപ്പെടുത്തുകയോ നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസിക്ക് കൈമാറുകയോ ചെയ്യണം. നഗരസഭാ പരിധിയിൽ വളരെ കുറച്ച് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായി ജൈവമാലിന്യ സംസ്കരണ സംവിധാനമുള്ളത്. അല്ലാത്ത സ്ഥാപനങ്ങളും അപ്പാർട്ട്മെന്റുകളും ഇനി മുതൽ സർക്കാർ ചട്ടങ്ങൾ പാലിക്കുന്ന നഗരസഭ നിർദ്ദേശിച്ചിരിക്കുന്ന സ്വകാര്യ ഏജൻസിക്ക് മാലിന്യങ്ങൾ യൂസർ ഫീസ് നൽകിക്കൊണ്ട് കൈമാറണം. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി കട്ടപ്പന നഗരസഭയിൽ ആചരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ പ്രദേശം കട്ടപ്പന നഗരസഭ എത്ര വൃത്തിയായിട്ട് കിടക്കുമോ അത്രയും വൃത്തിയായിട്ട് കിടക്കണം എന്നുള്ള ലക്ഷ്യബോധത്തോടെ ഓരോ ജനങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് നമ്മൾ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. വീടുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും പ്രതിമാസം 750 രൂപയാണ് യൂസർ ഫീയായി നൽകേണ്ടത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് 5 കിലോഗ്രാം വരെ 50 രൂപയും 5 കിലോഗ്രാമിന് മുകളിൽ ഓരോ കിലോഗ്രാമിനും 7 രൂപയും നൽകണം. എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന തുകയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി 2025 മാർച്ച് 25-ന് മുമ്പ് കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കട്ടപ്പന നഗരസഭയെയും മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി നഗരസഭയായി നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവമായ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മസേന വഴി നമ്മൾ കളക്ട് ചെയ്ത് വരികയാണ്. വ്യാപാരി സമൂഹവുമായും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് വ്യവസായികളുമായും നമ്മൾ നിരവധി തവണ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെ ഭാഗമായി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ റേറ്റിൽ ഏറ്റവും താഴത്തെ നിലയിലുള്ള റേറ്റിൽ നമ്മുടെ നഗരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന മുഴുവൻ ജൈവ മാലിന്യങ്ങളും കളക്ട് ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കട്ടപ്പന നഗരസഭ ഇന്നു മുതൽ വന്നിരിക്കുകയാണ്. നഗരസഭാ പരിധിയിൽ ടൗണിലും ടൗണിനോട് ചേർന്നുള്ള അപ്പാർട്ട്മെന്റ്, വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയാണ് പദ്ധതിയുടെ പരിധിയിൽ വരുന്നത്. മുൻപ് അംഗീകാരമില്ലാത്ത ഏജൻസികൾക്കായിരുന്നു പല സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ജൈവമാലിന്യം നൽകിയിരുന്നത്. എന്നാൽ സർക്കാർ ചട്ടമനുസരിച്ച് നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസിക്ക് മാത്രമേ ഇത്തരത്തിൽ മാലിന്യം കൈമാറാൻ പാടുള്ളൂ എന്നും ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി ആചരിക്കുമെന്നും ഗ്രീൻ സിറ്റി മാനേജർ ജിൻസിറിയക്ക് പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ റോഡിലും പുഴയിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന ഈ മാലിന്യങ്ങളാണ് നമ്മൾ ഹരിതകർമ്മസേന ഉപയോഗിച്ച് ആദ്യമൊക്കെ കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഫലപ്രദമായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരങ്ങൾ നമ്മുടെ റോഡ് സൈഡിൽ കുറഞ്ഞു വരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നഗരപ്രദേശത്ത് ഇപ്പോൾ പല വീടുകളിൽ, ചില വീടുകളിൽ, അപ്പാർട്ട്മെൻറ്റുകളിൽ, വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക്കിൽ കെട്ടി റോഡിൽ കൊണ്ട് വലിച്ചെറിയുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നു. ജൈവമാലിന്യ സംസ്കരണ സംവിധാനമില്ലാത്ത വീടുകളും സ്ഥാപനങ്ങളും നിർബന്ധമായി പദ്ധതിയിൽ അംഗമാക്കേണ്ടതാണ്. പദ്ധതിയിൽ അംഗമാകാൻ നഗരസഭാ ഓഫീസിൽ 100 രൂപ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. നഗരസഭയുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ, അനുമതി പത്രങ്ങൾ എന്നിവ ഇനി മുതൽ ലഭ്യമാക്കുന്നതിന് ജൈവമാലിന്യ സംസ്കരണ സംവിധാനം ഉറപ്പുവരുത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതിനാൽ പദ്ധതിയിൽ അംഗങ്ങളാവുകയോ സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യണമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.